നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സംസാരിക്കുന്നത് വിശേഷപ്പെട്ട സ്വഭാവമുള്ള ഒരു ലഗ്നത്തെക്കുറിച്ചാണ്. സുന്ദരിയും നിഷ്കളങ്കരും സത്സ്വഭാവവും വിദ്യാഭ്യാസവും ഉള്ള പെൺകുട്ടികൾ ഫ്രീക്കന്മാരായ പയ്യന്മാരെ പ്രേമിച്ച് കുരുക്കിൽപ്പെട്ട് ദാമ്പത്യ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒരുപാട് പേരെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഈ വിഷയമാണ് ഇന്ന് പറയുന്നത്. കാലപുരുഷന്റെ 7ാം ഭാവമായ തുലാം ലഗ്നമായി ജനിച്ചാൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതയാണ് ഇത്. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഇങ്ങനെ സംഭവിക്കാം. എന്നാൽ പെൺകുട്ടികൾക്കാണ് കുറച്ചുകൂടി തീവ്രമായ ദുരനുഭവമായി മാറുന്നത്. തുലാം ലഗ്നക്കാർ പൊതുവെ സമൂഹവുമായി കൂടുതൽ ഇടപെട്ട് ജീവിക്കുന്നവരായിരിക്കും. തുലാസിന്റെ സ്വരൂപം ആയതുകൊണ്ട് സന്തുലനം ആഗ്രഹിക്കുകയും അങ്ങോട്ട് കൊടുക്കുന്നത് ഇങ്ങോട്ട് തിരിച്ചു കിട്ടണം എന്നുള്ള ആഗ്രഹത്തിൽ ജീവിക്കുന്നവരുമായിരിക്കും. എന്നാൽ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് മനസ്സിലാകുന്നത് പ്രതീക്ഷിച്ച കാര്യങ്ങളൊന്നും ഇല്ല എന്നത്. ജ്യോതിശാസ്ത്രപ്രകാരം ഇതിന്റെ കാരണം അന്വേഷിക്കുകയാണെങ്കിൽ പ്രേമഭാവത്തെ സൂചിപ്പിക്കുന്ന 5ാം ഭാവം ഇവർക്ക് കുംഭം രാശിയാണ്. 5ാം ഭാവാധിപൻ നീചമാകുന്ന ഭാവം വിവാഹത്തെയും പങ്കാളിയെയും സൂചിപ്പിക്കുന്നു. 7ാം ഭാവത്തിൽ ശനിക്ക് ദിഗ്ബലം ഉള്ളതിനാൽ വിവാഹം വരെ മാന്യമായി പെരുമാറുന്ന കാമുകനായിരിക്കും. മാത്രമല്ല 7ാം ഭാവാധിപൻ ചൊവ്വ ആണ്. ആ ചൊവ്വ അനിഷ്ടഭാവങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും പ്രേമമാകുന്ന വാരിക്കുഴിയിൽ വീഴും. കൂടാതെ ഇവരുടെ ജന്മനക്ഷത്രം പൂയം, ആയില്യം, പൂരിട്ടാതി ഇവയിൽ ഏതെങ്കിലും ഒന്ന് ആയാലും ഇങ്ങനെ നടക്കാൻ സാധ്യത കൂടുതലാണ്. നമ്മൾ വഞ്ചകനാകുമോ അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും വഞ്ചിക്കപ്പെടുമോ എന്നറിയാൻ 5ാം ഭാവം നോക്കണം. മനസ്ഥാനമാകുന്ന 5ാം ഭാവത്തിൽ ദുഷ്ടഗ്രഹങ്ങൾ നിന്ന് കൂടെ ചന്ദ്രനും നിന്നാൽ നമ്മളെ ആരെങ്കിലും പറ്റിക്കപ്പെടാൻ സാധ്യത കൂടുതലാണ്. ഇങ്ങനെ ഒരു യോഗം കൂടി ഉണ്ടെങ്കിൽ നമ്മളെക്കാൾ പല രീതിയിലും താഴ്ന്നു നിൽക്കുന്ന പല ആൾക്കാരുടെയും വാക്കുകൾ കേട്ട് പ്രണയത്തിൽ വീഴും. വിവാഹശേഷം മാത്രമേ അവരുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ലഗ്നാധിപനായ ശുക്രൻ തിരുവാതിര, ചിത്തിര, തിരുവോണം ഈ നക്ഷത്രങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ നിന്നാലും ഈ ഒരു അനുഭവത്തിന് സാധ്യത കൂടുതലാണ്. തുലാം ലഗ്നത്തിൽ ജനിച്ച എല്ലാവർക്കും ഇങ്ങനെ സംഭവിക്കണം എന്നില്ല. മറ്റ് ഗ്രഹങ്ങളുടെ ചേർച്ച മൂലം മാറ്റങ്ങൾ സംഭവിക്കാം. ജാതകം വിശകലനം ചെയ്യുമ്പോൾ മാത്രമേ മറ്റ് ഗ്രഹങ്ങളുടെ യോഗത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റൂ.